ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. എവിടം വരെ പോകുന്നൊന്നും വലിയ ഐഡിയ ഇല്ല. എന്തായാലും രാവിലെ ഒരു കാപ്പി കുടിച്ചുകൊണ്ട് തന്നെ തുടങ്ങാം. ഞാൻ എഴുന്നേറ്റ് പുറകെ തന്നെ ഒരാളും കൂടി ചാടി എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. അതെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എപ്പോഴാണോ എഴുന്നേക്കുന്നത് അപ്പോൾ ഇവനും ചാടി എഴുന്നേറ്റ് വരും കേട്ടോ. അതിനിപ്പോൾ 5 മണിക്കായാലും ശരി 10 മണിക്കായാലും ശരി. ജിത്തിനൊന്ന് ഓഫുള്ള ദിവസമാണ്. അപ്പോൾ എന്തായാലും കുറച്ച് നേരം ഇരുന്ന് സമാധാനമായിട്ടൊന്ന് കാപ്പിയൊക്കെ കുടിച്ചിട്ട് ബാക്കി പരിപാടി നോക്കാം. രാവിലെ എഴുന്നേറ്റ് വന്നാൽ ഒരു കാപ്പിയൊക്കെ കുടിച്ച് കുറച്ച് നേരം ഇങ്ങനെ വെറുതെ ഇരിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ പലപ്പോഴും അങ്ങനെ നടക്കാറില്ല. കല്യാണത്തിന് മുമ്പൊക്കെ ചിലപ്പോൾ അങ്ങനെ രാവിലെ സമാധാനമായിട്ടൊക്കെ ഇരുന്നിട്ടുണ്ടാവും. കല്യാണം കഴിഞ്ഞിട്ട് അങ്ങനെയൊന്നും ഇരുന്ന് സമാധാനമായിട്ട് ചായ കുടിച്ചായിട്ടൊന്നും എൻ്റെ ഓർമ്മയില്ല കേട്ടോ. പ്രത്യേകിച്ച് കണ്ണനൊക്കെ ജനിച്ചു കഴിഞ്ഞിട്ട് അവൻ സ്കൂളിൽ പോകാനൊക്കെ തുടങ്ങിയതിന് ശേഷം ഒട്ടും ഇരിക്കാൻ പറ്റിയിട്ടില്ല. രാവിലെ എഴുന്നേറ്റ ഉടനെ അടുക്കളയിലോട്ട് ഒരു ഒറ്റ ഓട്ടമായിരിക്കും. ഇപ്പോൾ ചില ദിവസമെങ്കിലും എനിക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റാറുണ്ട് കേട്ടോ. ഈ മാസം എൻ്റെയും കണ്ണൻ്റെയും വിസ എക്സ്പയർ ആവും. അപ്പോൾ വിസ പുതുക്കാൻ വേണ്ടി എനിക്കിന്ന് മെഡിക്കൽ എടുക്കാൻ വേണ്ടി പോകേണ്ട ദിവസമാണ്. ഉച്ച കഴിഞ്ഞിട്ട് പോയാൽ മതി. അപ്പോൾ ഒരുവിധം പണികളൊക്കെ തീർത്ത് വെച്ചിട്ട് വേണം പോകാൻ. അപ്പോൾ ഓരോരുത്തരായിട്ട് ഉറക്കമെഴുന്നേറ്റ് വരുന്നുണ്ട്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാനാണെങ്കിൽ എൻ്റെ സമയം പോകുന്നതേ അറിയത്തില്ല കേട്ടോ. ഒരു ദിവസം മുഴുവൻ വേണേലും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. അപ്പോൾ വേഗം അടുക്കളയിലോട്ട് പോകാം. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, കുഞ്ഞിനുള്ള ഫുഡും ഉണ്ടാക്കണം. ഇന്ന് കഴിക്കാനായിട്ട് പുട്ടും കടലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പണ്ടൊക്കെ എനിക്ക് പുട്ടൊട്ടും ഇഷ്ടമല്ലായിരുന്നു കേട്ടോ. കൊച്ചിലേക്ക് കഴിക്കുമായിരുന്നു, എന്നാലും കഷ്ടപ്പെട്ടൊക്കെ കഴിക്കുമായിരുന്നു. പിന്നെ കുറച്ച് വലുതായി കഴിഞ്ഞപ്പോഴത്തേക്ക് പുട്ട് എനിക്ക് ഇഷ്ടമാകാൻ തുടങ്ങി. ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പുട്ട്. പുട്ടിൻ്റെ പൊടിയൊന്ന് നനച്ചെടുക്കാം. കടലയാണെങ്കിൽ കുക്കറിൽ വേഗം വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. കുഞ്ഞിനും ഫുഡ് കൊടുത്തു. അവന് പഴം പുഴുങ്ങിയതാണ് കേട്ടോ കൊടുത്തത്. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ കുറച്ച് നേരത്തേക്ക് ഒന്ന് ഉറങ്ങി. ആ സമയത്ത് കുറച്ച് നേരം ഫോൺ നോക്കിയിരിക്കാമെന്നും പറഞ്ഞ് ഞാൻ വന്നിരുന്നതാണ് കേട്ടോ. ഫോൺ നോക്കിയിരിക്കുന്നുണ്ടെങ്കിലും ചിന്ത മുഴുവൻ ഇന്ന് എന്തൊക്കെ കറികൾ ഉണ്ടാക്കാമെന്നാണ് കേട്ടോ. ഞങ്ങൾക്ക് എന്തെങ്കിലും കറി ഉണ്ടാക്കണം, ജിത്തിന് വേറെ എന്തെങ്കിലും കറി ഉണ്ടാക്കണം. ജിത്ത് മീനൊന്നും കഴിക്കത്തില്ല കേട്ടോ. കുഞ്ഞ് എഴുന്നേൽക്കുന്നതിന് മുമ്പേ ഉണ്ടാക്കുകയും വേണം. അപ്പോൾ വേഗം പോയി പണി തീർക്കാം. ഞാൻ കുക്ക് ചെയ്യാൻ പോയ സമയത്ത് കുഞ്ഞുവിൻ്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി അച്ഛനും ചേട്ടനും കൂടി അവനെ പിടിച്ച് കളിക്കാൻ ഇരുത്തിയതാണ് കേട്ടോ. അല്ലെങ്കിൽ ഫുൾ ടൈം ആളെൻ്റെ പുറകെ തന്നെയായിരിക്കും. ഞാൻ എങ്ങോട്ട് പോയാലും അങ്ങോട്ട് എൻ്റെ പുറകെ നടക്കും. അടുക്കളയിൽ പോയി നിൽക്കുവാണെങ്കിൽ എൻ്റെ കാലേ വന്ന് പിടിച്ച് കരയാൻ തുടങ്ങും. ജിത്ത് ഓഫീസിൽ പോകുന്ന ദിവസമാണെങ്കിൽ ഞാൻ മണിക്കൂറുകൾ എടുക്കും കേട്ടോ ഒരു കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട്. കണ്ണനും ഉണ്ടാവാത്ത ദിവസമാണെങ്കിൽ പിന്നെ പറയണ്ട. അച്ഛനും ചേട്ടനും ഉണ്ടെങ്കിൽ പിന്നെ കുറച്ച് നേരം അവരുടെ കൂടെ ഇരുന്നോളും. ഇതിപ്പോൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റിരിക്കുവാണ്. ഇനിയിപ്പോൾ കുളിപ്പിക്കുകയും ഫുഡ് കൊടുക്കുകയൊക്കെ ചെയ്യണം. കുഞ്ഞു നീന്താൻ തുടങ്ങിയപ്പോഴുണ്ടല്ലോ അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യിക്കാനായിട്ട് കുറച്ച് ടാസ്ക്കായി തുടങ്ങി കേട്ടോ. അവനെ ഉടുപ്പിടിക്കുക, കുളിപ്പിക്കുക, ഡയപ്പർ ചേഞ്ച് ചെയ്യുക, ഫുഡ് കൊടുക്കുക, മരുന്ന് കൊടുക്കുക, ഇതൊക്കെ ചെയ്യിക്കാനുണ്ടല്ലോ അവൻ പിടി തരത്തില്ല. എന്തായാലും കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കുറച്ച് ലോഷനൊക്കെ ഇട്ടൊന്ന് റെഡിയാക്കി എടുക്കാം. രാവിലെ കൊടുക്കാനായിട്ട് വൈറ്റമിൻ ഡിയുടെ ഒരു സിറപ്പുണ്ട്. അത് 1 വയസ്സ് വരെ എല്ലാ കുഞ്ഞുങ്ങൾക്കും മസ്റ്റായിട്ട് കൊടുക്കേണ്ട മരുന്നാണ്. എന്തായാലും കുളിച്ചു. ഒന്ന് മുടിയൊക്കെ ചീകി ഒരു പൊട്ടും കൂടി തൊട്ട് കൊടുക്കാം. കണ്ണൻ കുഞ്ഞായിരുന്നപ്പോഴുണ്ടല്ലോ ഞാൻ എല്ലാ ദിവസവും അവന് കണ്ണൊക്കെ എഴുതി പുരുകൊക്കെ വരച്ച് പൊട്ടൊക്കെ തൊട്ട് കൊടുക്കുമായിരുന്നു കേട്ടോ. ഒരു 8 വർഷം മുമ്പത്തെ കാര്യമാണ് കേട്ടോ പറയുന്നത്. പിന്നീടാണ് കേട്ടോ ഡോക്ടർമാരൊക്കെ പറഞ്ഞിങ്ങനെ കേൾക്കാൻ തുടങ്ങിയത് കുഞ്ഞുങ്ങൾക്ക് കണ്ണൊന്നും എഴുതാൻ പാടില്ല, അതത്ര സേഫ് അല്ല എന്നൊക്കെ. അത് കാരണം ഇവന് ഞാൻ അങ്ങനെ കണ്ണൊന്നും എഴുതി കൊടുക്കാറില്ല കേട്ടോ. ചിലപ്പോൾ തോന്നുമ്പോൾ ഒരു പൊട്ട് മാത്രം തൊട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ കുഞ്ഞിനെ റെഡിയാക്കിയിട്ട് നേരെ അടുക്കളയിലേക്ക് വന്നു കേട്ടോ. ഊണിന് എന്തെങ്കിലും കറി ഉണ്ടാക്കാം.
കറികളായിട്ട് മീൻകറി, മോരുകറി, മീൻ വറുത്തത്, സോയ ചങ്ക്സ് റോസ്റ്റുമാണ് കേട്ടോ ഉണ്ടാക്കിയത്. കൂട്ടത്തിൽ തന്നെ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ഫുഡ് കൂടി ഉണ്ടാക്കുന്നുണ്ട്. അവനിന്ന് ബീട്രൂട്ടും ക്യാരറ്റും ചോറും കൂടി ചേർത്തിട്ടുള്ള ഒരു പ്യൂരിയാണ് ഉണ്ടാക്കിയത്. കുഞ്ഞിനുള്ള ഫുഡ് ഞാൻ ആദ്യം തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അവനിന്ന് ബീട്രൂട്ടും ക്യാരറ്റും കൂടി ചേർത്തൊരു പ്യൂരിയാണ് ഉണ്ടാക്കിയത്. ബീട്രൂട്ടും ക്യാരറ്റൊക്കെ ഒരുവിധം അവന് ഇഷ്ടമാണ്. പക്ഷേ കുറച്ച് വലുതാകും തോറും അവന് ഫുഡ് കഴിക്കാനായിട്ട് കുറച്ച് വാശി കൂടുതലാണ് കേട്ടോ. കുറച്ച് അധികം സമയം എടുത്തിട്ടാണ് കേട്ടോ അവന് ഞാൻ ഫുഡ് കഴിപ്പിക്കാറ്. ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വേഗം തന്നെ ഇറങ്ങി കേട്ടോ മെഡിക്കലിന് പോകാനായിട്ട്. നല്ല ചൂടാണ് പുറത്ത്. വീടിനകത്ത് ഇരിക്കുമ്പോഴത്തേക്ക് അറിയത്തില്ല. വണ്ടി കിടക്കുന്ന സ്ഥലത്തേക്കൊന്ന് നടന്നെത്തിയപ്പോഴേക്കും വിയർത്ത് കുളിച്ചൊരു പരുവായി. ഒരു 10-15 മിനിറ്റിൽ തന്നെ മെഡിക്കലിൻ്റെ പ്രൊസീജിയറെല്ലാം കഴിഞ്ഞു കേട്ടോ. അവിടുന്ന് പക്ഷേ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അവിടുന്ന് നേരെ പോയത് യൂണിയൻ കോപ്പിലേക്കാണ്. യൂണിയൻ കോപ്പ് എന്ന് പറഞ്ഞാൽ UAE പ്രത്യേകിച്ച് ദുബായിലെ കൺസ്യൂമർ കോപ്പറേറ്റീവ് ഹൈപ്പർ മാർക്കറ്റാണ് കേട്ടോ. മറ്റുള്ള ഹൈപ്പർ മാർക്കറ്റുകളെയൊക്കെ അപേക്ഷിച്ച് ഇവിടെ കുറച്ച് ഡിസ്കൗണ്ട് പ്രൈസിൽ സാധനങ്ങളൊക്കെ കിട്ടുമെന്നാണ് കേട്ടോ പറയുന്നത്. കുഞ്ഞുവിൻ്റെ ക്ഷമ നശിച്ചു കേട്ടോ. അവന് ദേഷ്യം വരുന്ന കണ്ടോ. അവന് വിശക്കാനും തുടങ്ങിയിട്ടുണ്ട്. കുറച്ചധികം സമയമായില്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്. അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. എവിടെ ചെന്നാലും ഫുഡാണല്ലോ മുഖ്യം. നേരെ ചെന്ന് കയറിയത് പാരഗണിൽ. വീക്ക് ഡേ ആയതുകൊണ്ടായിരിക്കും പാരഗണിൽ ഒരു തിരക്കും ഇല്ലായിരുന്നു. ഒരാൾ പോലും കഴിക്കാനുണ്ടായിരുന്നില്ല. ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി. കഴിഞ്ഞ തവണ വന്നപ്പോൾ അരമണിക്കൂറോളം ക്യൂ നിൽക്കേണ്ടി വന്നു സീറ്റ് കിട്ടാനായിട്ട്. അന്ന് വീക്കെൻഡ് ആയിരുന്നു, അതുകൊണ്ടായിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞു ഒരു പണി ഒപ്പിച്ചു കേട്ടോ. സൂപ്പ് കൊണ്ട് വെച്ചപ്പോഴുണ്ടല്ലോ ടേബിളിൻ്റെ മേലെ കിടക്കുന്ന ആ പേപ്പറിൻ്റെ പുറത്താണ് വെച്ചത്. അവൻ ആ പേപ്പറിൽ പിടിച്ച് വലിച്ച് സൂപ്പ് നിലത്തിട്ടു. ഭാഗ്യം കൊണ്ട് ജിത്തിൻ്റെ കയ്യിൽ കുറച്ച് വീണെന്നേ ഉള്ളൂ. കുഞ്ഞിൻ്റെ ദേഹത്ത് ഒട്ടും വീണില്ല. എല്ലാവരും നന്നായിട്ട് പേടിച്ചു പോയി കേട്ടോ. എനിക്കാണെങ്കിൽ സ്ഥലകാല ബോധം വരാനായിട്ട് കുറേ അധികം സമയം എടുക്കേണ്ടി വന്നു. ഭക്ഷണവും കഴിച്ച് നമ്മൾ വേഗം വീട്ടിലേക്ക് പോയി കേട്ടോ. അടങ്ങിയിരിക്കണം വീഡിയോ എടുക്കുമ്പോ. തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം.